ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് വെറും 2 സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. സ്നാക്ക് മാത്രമായിട്ടില്ല, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇനി നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ സ്നാക്സ് ബോക്സിലോ ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് 3 പൊട്ടറ്റോ കേട്ടോ. അപ്പോൾ ചെറിയ പൊട്ടറ്റോ ആയതുകൊണ്ട് ഞാൻ ഇപ്പം 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ 1 2 മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3 പൊട്ടറ്റോ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് കുക്കറിന് നന്നായിട്ട് ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. നമുക്കിനി ഇത് ആ ഒരു സമയം കൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുഴക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഓയിലൊന്നും ആഡാക്കി കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഇതാ ഉപ്പ് മാത്രം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാ വെള്ളമായിട്ട് ഒഴിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമില്ല, വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുക്കാം കേട്ടോ. മൈദ വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകും. അപ്പോൾ ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇപ്പം നമ്മൾ മാവ് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അതൊന്ന് റെസ്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ആ ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഓയിലൊന്നും പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ വെച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും ചൂടായി വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അതിടേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു സവാളയാണ്. നല്ല വലിപ്പമുള്ള സവാളയാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. ഇനി ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരുപാട് അങ്ങ് വഴറ്റിയെടുത്തിട്ട് കളർ മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പൊട്ടറ്റോയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് പൊട്ടറ്റോക്കും കൂടി കണക്കായിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് കൂടുതൽ നമുക്കൊരു 1/4 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മല്ലിയുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. ഇനി രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും കുറച്ചായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ പൊട്ടാറ്റോ കേട്ടോ. അപ്പോൾ നമ്മളിതാ വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റോൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മളെ പൊട്ടാറ്റോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കാണുമ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ അരച്ചെടുത്ത് കുറച്ച് ലൂസായിട്ടൊക്കെ തോന്നും. ഇല്ല കേട്ടോ, നമ്മൾ ഇത് വെക്കുന്ന ഓറും ഇതൊന്ന് ടൈറ്റായിട്ട് വരാം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നമ്മളിതാ മസാലയ്ക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ചൂടൊന്ന് ആറുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ടൈറ്റായിട്ട് ഇതങ്ങ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മളെ മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് കയ്യിലേക്ക് എടുത്തിട്ട് ഇതുപോലൊരു നല്ല വലിപ്പമുള്ളൊരു ബോളാക്കിയിട്ട് മാറ്റാം കേട്ടോ. നമ്മളിത് പീസായിട്ടൊന്നും എടുക്കുന്നില്ല, ഇതിങ്ങനെ അങ്ങ് വെച്ചിട്ട് പരത്തി കൊടുക്കാം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ അത് എല്ലാം കൂടി എടുത്തിട്ട് ഇതുപോലൊരു ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നന്നായിട്ട് പൊടിയാക്കി കൊടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പറ്റി പിടിച്ച് പോകില്ലേ. അപ്പോൾ നമ്മളിത് അതിലേക്ക് നന്നായിട്ട് പൊടിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു ബോൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നൈസായി പരത്തിയെടുക്കണ്ട കേട്ടോ. അത്യാവശ്യം തടിയുള്ള രീതിക്ക് വേണം നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കുക, മാവിൽ വെള്ളം കൂടി പോകാനേ പാടില്ല കേട്ടോ, ലൂസായി പോകാൻ പാടില്ല. നമ്മളിത് ഈ ഒരു രീതിക്ക് വേണം മാവ് കുഴച്ചെടുക്കാനും പരത്തിയെടുക്കാനും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അത്യാവശ്യം തടി എന്തായാലും വേണം കേട്ടോ. നമ്മൾ ഈ ഒരു മാവിന് ഈ രീതിക്ക് ഇത് 7 തടിയിലാട്ടോ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിത് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ടേ.
അപ്പോൾ അത്യാവശ്യം തടിയിൽ തന്നെ പരത്തി കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു മസാല ഇതിലേക്ക് വെച്ചെടുക്കുന്ന സമയത്ത് അടിഭാഗത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം തടിയിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ. ചപ്പാത്തിനേക്കാളി കുറച്ചുകൂടി ഒരു തടിയിൽ വേണ്ടിയിട്ട് നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ മസാല ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് ഭാഗത്തുനിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഒന്ന് അങ്ങ് അപ്പുറത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ആ ബാക്കി വരുന്ന ആ ഒരു ഭാഗത്തും കൂടി നമുക്ക് മസാല വെച്ചെടുക്കാം കേട്ടോ. ബാക്കിയുള്ള മസാലയും കൂടി നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡ് ഭാഗം കൂടി നമുക്ക് ഇപ്പുറത്തോട്ടങ്ങ് മടക്കി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ, പ്രസ്സാക്കി കൊടുക്കാതെ അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് ഭാഗം കൂടി ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് അമർത്തിയെടുക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ തോന്നും, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അധികം പ്രസ് ചെയ്യാതെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി വെക്കുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത്. അപ്പം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഇത് ഓരോ പീസായിട്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് നമ്മളിതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിൽ ഓരോ പീസായിട്ട് വെച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിത് തടിയിലല്ല പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉൾഭാഗമൊന്നും നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് സമയം ഒരു 10-20 സെക്കൻഡ് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാട്ടോ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഇത് ഇനി അതിലുള്ള ഉള്ളിലുള്ള മസാലയൊക്കെ പുറത്തേക്ക് വരും എന്നൊക്കെ തോന്നിപ്പോവും, പക്ഷെ അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. അതിലേക്ക് ഇടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ അതിങ്ങനെ ഇട്ടതിന് ശേഷം ആ ഒരു ഭാഗം ഒന്ന് കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10-20 സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ മൊരിച്ചെടുക്കാം കേട്ടോ. ആ ഒരു സൈഡും കൂടി ഒരുപാട് സമയമൊന്നും പൊരിക്കില്ല, പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഈ ഒരു സമയത്ത് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു 2 പീസും കൂടി ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള മസാലയൊക്കെ പുറത്തേക്ക് വരും എന്നൊക്കെ തോന്നുക. ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ, പുറത്തേക്കൊന്നും പോവില്ല. നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്യുന്ന കേട്ടോ. എന്താ കഴിക്കുന്ന സമയത്ത് ഉൾഭാഗത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള മസാലയായിട്ട് ഉണ്ടാകാൻ. അപ്പോൾ എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്തൊക്കെ തരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.